ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ. 1 മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ? മുടി ചെയ്യാൻ തന്നെ 1/2 മണിക്കൂർ എടുക്കും. ഓ, ഇനി അമ്മായിനെ എന്തിനും കൂടെ ഒന്ന് റെഡിയാക്കണമെങ്കിൽ 101 കഥനായും വെക്കണം. പെട്ടെന്ന് വയറ്റിനകത്തൊരു വേദന കൊടുത്തിപ്പിടുത്തോ. അയ്യോ ഡോക്ടറെ കാണണോ? വേണ്ട. ഓ എന്റെ അമ്മ ഉച്ചക്ക് എന്താ കഴിച്ചേ? ഉച്ചക്ക് ചോറ് തന്നോളൂ, വേറൊന്നും കഴിച്ചില്ലേ എന്റെ അമ്മോ. എന്താ അമ്മയ്ക്ക് ഒരു വയറുവേദന, നമുക്കൊരു വണ്ടി വിളിച്ച് ഡോക്ടറെ എടുത്തോണ്ട് പോയാലോ? അയ്യോ വേണ്ട വേണ്ട, എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. ഇത്തിരി നേരം ഇവിടെ കിടന്നാ മതി, താനെ അങ്ങ് മാറിക്കോളൂ. നീ എന്റെ അടുത്ത് ഇരുന്നാ മതി. അമ്മേ, ഡോക്ടറെ കാണാമേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പൊയ്ക്കോ. നേരത്തിന് എന്നില്ലെങ്കിലേ നാടകക്കാര് വിഷമിക്കും. എനിക്ക് ഇത്തിരി നേരം കിടന്നാ അങ്ങ് മാറും. ഞാൻ എങ്ങനെയാ അമ്മ സമ്മാനത്തോടെ പോവാ? ഓ, എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഓ, വീശ് വീശ്. നീ പൊയ്ക്കോടാ, ഇത് സാരമില്ല. നാടകത്തിന്റെ സമയമാകുമ്പോ ഞങ്ങൾ എല്ലാവരും വരാം. തങ്കത്തിനെയും കൂടെ കൊണ്ടുപോയിക്കോ. അവൾ അതൊക്കെ ഒന്ന് കാണട്ടെ. അവളെ എന്തിനാ വെറുതെ പിടിച്ചു നിർത്തുന്നേ? കുറച്ചു കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാമേ. വേണ്ട, നീ പൊയ്ക്കോ. എനിക്കിപ്പോ ഇത്തിരി കുറവുണ്ട്. കുറച്ച് കഴിയുമ്പോ ഞാനും ഗോപാലനും കൂടെ വന്നേക്കാം. പൊക്കോളാൻ പറയടാ അവളോട്. തങ്കം പൊയ്ക്കോ. ഏടത്തെ സൗകര്യമായിട്ട് ഒരിടത്തിരുത്തണം കേട്ടോ. എടുത്തി, നമുക്ക് പോവാം. പോകുമ്പോ അമ്മാവോട് പാൽക്കായ ഉണ്ടെ കുറച്ച് കൊടുത്തിടാൻ പറ. ഏതാനും നിമിഷങ്ങൾക്കകം നെല്ലോല കുരുവേൾക്ക് ഒരു ഊഞ്ഞാൽപ്പാട്ട് എന്ന നൃത്ത സംഗീത നാടകം ആരംഭിക്കുന്നതാണ്. രംഗത്ത് സർവശ്രീ ഉണ്ണികൃഷ്ണൻ പറ്റിപ്ര, രാഘവൻ നാടകം തുടങ്ങാറായെന്ന് തോന്നുന്നു. മേനോൻ, വർഗീസ് കരുമാലിക്കര, ബാബു. പാൽക്കായ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് കുഞ്ഞിപ്പെണ്ണിനെ? അമ്മ നല്ല ഉറക്കമായി, വരയുടെ ആയിരിക്കും. അതാ പാൽക്കായ ചെന്നപ്പോ പെട്ടെന്ന് മാറിയത്. ഈ വിരശല്യം അത്ര നന്നല്ല. ഉണ്ണിയുടെ കല്യാണക്കാര്യത്തിൽ എന്താണ് ഒരു അമാന്തം? അല്ല, ഉടനെ നടത്തണമെന്നൊക്കെ പറഞ്ഞിരുന്നാണല്ലോ. തങ്കത്തിന്റെ വകയിലൊരു കുട്ടിയെ കണ്ടു. എനിക്കും തങ്കത്തിനും ഇഷ്ടായി. പക്ഷെ അമ്മയ്ക്ക് ഇപ്പോ ഒരു അമാന്തം. അതുണ്ടാവും. അമാന്തിക്കണ്ട, വേഗം അത് നടത്തണം, അതാണ് നല്ലത്. വല്യമ്മാൻ വെറുമ്പാക്ക് പറയണതല്ല, പലതും മനസ്സിലാക്കിയിട്ടാ പറയണത്. എന്താ വല്യമ്മ, അവന് വല്ല പെണ്ണുങ്ങളുമായിട്ട്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താ വല്യമ്മ എന്താ ഉദ്ദേശിക്കണെന്ന് പറ. ഗോപാല, എന്റെ കല്യാണം കഴിയുമ്പോ എന്റെ അച്ഛന്മാർക്ക് തിരുവേഗപ്പുറം ശിവന്റെ അമ്പലത്തിലാ പണി. 24 അടി ഉയരമുള്ള ദീപസ്തംഭം വാർക്ക, അവിടെ താമസിച്ച പണി. നിങ്ങൾ അച്ഛന്മാരും ഞാനും അയ്യപ്പുണ്ണിയും ഒക്കെ ഉണ്ട്. ആഴ്ചയിൽ ഒരിക്കലാ വീട്ടിൽ വരിക. കല്യാണം കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു കുടുംബത്താരെങ്കിലും വേണം. ഞാൻ നിൽക്കാന്ന് പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് ഇവിടെ അയ്യപ്പുണ്ണി നിന്നാ മതി. അയ്യപ്പുണ്ണിനെ നിർത്തി ഞാൻ തിരുവേഗപ്പുറത്ത് നിന്നു. സത്യത്തില് അന്ന് മുതൽ ഞാൻ പുറത്തായതാ. പിന്നെ അച്ഛന്മാര് പറഞ്ഞു അയ്യപ്പുണ്ണിക്ക് ഇനി വേറെ പെണ്ണ് നോക്കണ്ട. സമ്മതിക്കാണ്ട് എന്താ തരം? അപ്പോഴേക്ക് എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയിരുന്നു ഗോപാല. പിന്നെ ആഴ്ചയിൽ വരുമ്പോ കൂടെ കിടക്കാൻ ഒരു പെണ്ണ്, അത്രയേ ഉള്ളൂ കാർത്തികை. ഇന്ന് അതുമില്ല. ആ ഗതി നിനക്ക് വരരുത് മോനെ. നിന്നെ ചതിക്കും, എല്ലാവരും കൂടി നിന്നെ ചതിക്കും.
ഒത്തിരി ഒത്തിരി മോഹങ്ങൾ കതിരിട്ട് ഉത്തരിച്ചമ്പാവ് പാടത്ത് എൻ്റെ ഉത്തരിച്ചമ്പാവ് പാടത്ത് ഒത്തിരി ഒത്തിരി മോഹങ്ങൾ ഒത്തിരി ഒത്തിരി മോഹങ്ങൾ കതിരിട്ട പുത്തരി ചമ്പാവ് പാടത്ത് എൻ്റെ പുത്തരി ചമ്പാവ് പാടത്ത് വണ്ണാത്തിപ്പുള്ളിൻ്റെ വായ്ത്താരി കേട്ടു ഞാൻ വണ്ണാത്തിപ്പുള്ളിൻ്റെ വായ്ത്താരി കേട്ടു ഞാൻ പൊന്നിൻ കീനാവുകൾ കൊയ്യാൻ പോയി എൻ്റെ പൊന്നിൻ കീനാവുകൾ കൊയ്യാൻ പോയി ഒത്തിരി ഒത്തിരി മോഹങ്ങൾ ആകാശത്തിലെ അമ്പിളിത്തെല്ലിനെ അരിവാളാക്കി ചെന്നു ഞാൻ ആകാശത്തിലെ അമ്പിളിത്തെല്ലിനെ അരിവാളാക്കി ചെന്നു ഞാൻ ആശതൻ പത്തായം കൊട്ടിത്തുറന്നെന്റെ പറയും പറക്കോലും മാറ്റിവച്ചു എന്റെ പറയും പറക്കോലും മാറ്റിവച്ചു ഒത്തിരി ഒത്തിരി മോഹങ്ങൾ കന്നിക്കതിർവയൽ പൂക്കണി മിന്നുന്ന പൊന്നുരുളി കാണാദൂരത്ത് കന്നിക്കതിർവയൽ പൂക്കണി മിന്നുന്ന പൊന്നുരുളി കൂട്ടുകാരൊത്തി നീ കന്നിക്കൊയ്ത്ത് പിന്നെ പാട്ടിന്റെ താളത്തിൽ കറ്റമേതി പിന്നെ പാട്ടിന്റെ താളത്തിൽ കറ്റമേരി ഒത്തിരി ഒത്തിരി മോഹങ്ങൾ കതിരിട്ട പുത്തരി ചെമ്പാവ് പാടത്ത് എന്റെ പുത്തരി ചെമ്പാവ് പാടത്ത് ഒത്തിരി ഒത്തിരി മോഹങ്ങൾ എന്നാലും കെട്ടിപ്പിടുത്തത്തിരി കൂടുതലായിപ്പോയി. അങ്ങനെയൊന്നുമില്ല. തരം കിട്ടിയപ്പോ അങ്ങ് മുതലാക്കി അല്ലേ? കാല് നോക്കട്ടെ. ചോര വന്നല്ലോ. മുള്ളു ഒടിഞ്ഞിരിക്കണമെന്നില്ല. വേദന ഉണ്ടോ? ഇത്തിരി. ഒന്ന് കഴുകി നോക്കാം.
ഏട്ടൻ എന്താ ഇട്ട തോന്നിക്കുന്നേ? എന്റെ കാലിലൊരു മുള്ളു കയറി. ഏത് കാട്ടിലാ കയറിയത്? കാട്ടിൽ നിന്നല്ല, ആ ഇടവഴിന്നാ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ചെന്ന് അന്വേഷിക്കും. ഈ ഏട്ടൻ എന്ത് പറ്റി? പൊട്ടം കടിച്ചിട്ടുണ്ടാവും. മതി കളിച്ചത്. വന്ന് കിടക്കാൻ നോക്ക്. അതല്ല വേറെ പലയിടത്തും കിടക്കണമെങ്കിൽ പോയി കിടന്നോ.